മരിച്ചുപോയ ഒരാളുടെ ആധാർ കാർഡും പാൻ കാർഡും പാസ്പോർട്ടും വോട്ടേഴ്സ് കാർഡുമൊക്കെ എന്ത് ചെയ്യണമെന്ന് നമ്മളിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും അറിയില്ല. പലപ്പോഴും അത്തരം രേഖകൾ മരിച്ചുപോയ വ്യക്തിയുടെ അനന്തരാവകാശികൾ സൂക്ഷിച്ചു വയ്ക്കുകയോ അവഗണിക്കുകയോ ചെയ്യാറുണ്ട്. അവഗണിച്ചാൽ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചും അവരിൽ പലർക്കും അറിയില്ലെന്നുള്ളതാണ് വാസ്തവം. ഹായ് എവരിബഡി, ഐ ആം കെ ബിജു. വെൽക്കം ബാക്ക് ടു മലയാളി വിഷൻ. ഇന്നത്തെ വീഡിയോയിൽ മരിച്ചുപോയ ഒരു വ്യക്തിയുടെ തിരിച്ചറിയൽ രേഖകൾ ആ വ്യക്തിയുടെ മരണത്തിന് ശേഷം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന വിഷയമാണ് ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത്. മരിച്ചുപോയ വ്യക്തിയുടെ ആധാർ മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് വരെയുള്ള രേഖകൾ അനന്തരാവകാശികൾ കൈവശം വയ്ക്കേണ്ടതുണ്ടോ അതോ സറണ്ടർ ചെയ്യേണ്ടതുണ്ടോ എന്നും സറണ്ടർ ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെയാണെന്നുമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർ ഈ വീഡിയോ ആദ്യാവസാനം കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി ആധാറിൻ്റെ കാര്യം നോക്കാം. ബാങ്ക് അക്കൗണ്ട്, ഗ്യാസ് കണക്ഷൻ, സബ്സിഡി തുടങ്ങി വിവിധ സേവനങ്ങളുമായി ആധാർ ബന്ധിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഒരാളുടെ മരണം രജിസ്റ്റർ ചെയ്യാൻ ആധാർ ആവശ്യമില്ലെന്നുള്ളതാണ് വാസ്തവം. മരണപ്പെട്ട വ്യക്തിയുടെ ആധാർ കാർഡ് എങ്ങനെ ഡീആക്ടിവേറ്റ് ചെയ്യാമെന്ന് നോക്കാം. മരണപ്പെട്ട വ്യക്തിയുടെ ആധാർ ഡീആക്ടിവേറ്റ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ നിലവിൽ പ്രൊവിഷൻസ് ഇല്ല. അതിന് കാരണം സ്റ്റേറ്റ് ഡെത്ത് രജിസ്ട്രിയുമായി ആധാർ സംയോജിപ്പിച്ചിട്ടില്ലെന്നുള്ളതാണ്. എന്നാൽ പ്രസ്തുത ആധാറിൻ്റെ ബയോമെട്രിക് ലോക്ക് ചെയ്യാൻ കഴിയും. അതിനായി യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി മരിച്ച വ്യക്തിയുടെ ബയോമെട്രിക് ലോക്ക് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ അടുത്തുള്ള ആധാർ സേവന കേന്ദ്രങ്ങളെ സമീപിക്കാം. അതിനായി ഡെത്ത് സർട്ടിഫിക്കറ്റ്, ലോക്ക് ചെയ്യേണ്ട ആധാർ, അനന്തരാവകാശിയുടെ ID പ്രൂഫ് എന്നിവ കയ്യിൽ കരുതണം. അടുത്തത് പാൻ കാർഡാണ്. ബാങ്ക് അക്കൗണ്ട് തുറക്കാനും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും IT റിട്ടേൺ ഫയൽ ചെയ്യാനുമൊക്കെ ആ വ്യക്തി ഉപയോഗിച്ചിരുന്ന ഡോക്യുമെൻ്റാണിത്. മരിച്ച വ്യക്തിയുടെ പാൻ കാർഡ് എങ്ങനെ സറണ്ടർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിനായി കൺസേൺഡ് ഇൻകം ടാക്സ് ഓഫീസിൽ അപേക്ഷ നൽകണം. ഈ പാൻ കാർഡിൻ്റെ ജൂറിസ്ഡിക്ഷനിലുള്ള അസസിംഗ് ഓഫീസർക്കാണ് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷയോടൊപ്പം മരിച്ച വ്യക്തിയുടെ പാൻ കാർഡ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, അപേക്ഷകൻ്റെ ID പ്രൂഫ് എന്നിവ ഹാജരാക്കണം. സറണ്ടർ ചെയ്യാൻ ആവശ്യമുള്ള ഫീയും അടയ്ക്കണം. ഫ്യൂച്ചർ കറസ്പോണ്ടൻസിന് വേണ്ടി അപേക്ഷയുടെ ഒരു കോപ്പി കൈവശം വയ്ക്കണം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ കയറിയും ഇത് ചെയ്യാവുന്നതാണ്. അതിനായി ക്യാൻസലേഷന് വേണ്ടിയുള്ള ഫോംസ് അപ്ലോഡ് ചെയ്യണം. വിവരങ്ങൾ തെറ്റാതെ പൂരിപ്പിക്കണം. സറണ്ടർ ചെയ്യേണ്ട പാൻ കാർഡ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, അപേക്ഷകൻ്റെ ID പ്രൂഫ് എന്നിവ സ്കാൻ ചെയ്ത് അപേക്ഷയോടൊപ്പം അറ്റാച്ച് ചെയ്യണം. ആവശ്യമായ ഫീയും ട്രാൻസ്ഫർ ചെയ്യണം. അപേക്ഷകൾ NSDL-നാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഫോം ശരിയായി ഫില്ല് ചെയ്തില്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഫ്യൂച്ചർ കറസ്പോണ്ടൻസിന് വേണ്ടി സബ്മിറ്റ് ചെയ്ത കോപ്പി സേവ് ചെയ്യണം. എന്നാൽ മരണപ്പെട്ട വ്യക്തിയുടെ സർവ്വ സാമ്പത്തിക പ്രശ്നങ്ങളും സെറ്റിൽ ചെയ്തിട്ട് വേണം പാൻ കാർഡ് സറണ്ടർ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് പിന്നീട് ഉണ്ടാവില്ല. ഇനി വോട്ടേഴ്സ് കാർഡ് എങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. രജിസ്ട്രേഷൻ ഓഫ് ഇലക്ട്രൽ റൂൾസ് 1960 അനുസരിച്ച് വോട്ടേഴ്സ് കാർഡ് ക്യാൻസൽ ചെയ്യാൻ കഴിയും. ഫോം 7-ൽ അപേക്ഷ സമർപ്പിച്ച് അന്തരിച്ച വ്യക്തിയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാം. ഡെത്ത് സർട്ടിഫിക്കറ്റ്, മരിച്ച ആളിൻ്റെ വോട്ടേഴ്സ് ID, അപേക്ഷകൻ്റെ തിരിച്ചറിയൽ രേഖ സഹിതം അപേക്ഷിക്കണം. അടുത്തത് പാസ്പോർട്ടാണ്. സ്വാഭാവികമായും മരിച്ചുപോയ വ്യക്തിയുടെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒരിക്കൽ എക്സ്പയർ ആയാൽ പാസ്പോർട്ട് ഓട്ടോമാറ്റിക്കലി ഇൻവാലിഡ് ആയിക്കൊള്ളും. എന്നാലും ദുരുപയോഗപ്പെടുത്താതിരിക്കാൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിനായി പാസ്പോർട്ട് സേവയുടെ വെബ്സൈറ്റിൽ കയറി ഫോം ഡൗൺലോഡ് ചെയ്യണം. മരിച്ച വ്യക്തിയുടെ പാസ്പോർട്ട് നമ്പർ, പേരും അഡ്രസ്സും മരിച്ച സ്ഥലവും ഡേറ്റും, അപേക്ഷകന് മരിച്ച വ്യക്തിയുമായുള്ള ബന്ധം, കോൺടാക്റ്റ് നമ്പർ ഇവ സഹിതം അപേക്ഷിക്കണം. ഡെത്ത് സർട്ടിഫിക്കറ്റ്, മരിച്ച വ്യക്തിയുടെ ഒറിജിനൽ പാസ്പോർട്ട്, അപേക്ഷകൻ്റെ ID പ്രൂഫ് ഇവയും അപേക്ഷയോടൊപ്പം നൽകണം. ഇനിയുള്ളത് ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. ദ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂൾസ് 1989 21(2) അനുസരിച്ച് മരിച്ച വ്യക്തിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് അനന്തരാവകാശികൾക്ക് സറണ്ടർ ചെയ്യാൻ കഴിയും. അതിനായി ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള RTOയ്ക്ക് അപേക്ഷ കൊടുത്താൽ മതി. മരിച്ച വ്യക്തിയുടെ ഡ്രൈവിംഗ് ലൈസൻസ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, അപേക്ഷകൻ്റെ ID പ്രൂഫ്, അഡ്രസ്, കോൺടാക്റ്റ് സഹിതം അപേക്ഷിക്കണം. ഇതോടെ മരണപ്പെട്ട ഒരു വ്യക്തിയുടെ പ്രധാന തിരിച്ചറിയൽ രേഖകൾ എങ്ങനെ സറണ്ടർ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി മരണപ്പെട്ട വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ട്, പെൻഷൻ തുടങ്ങിയവ സംബന്ധിച്ചുള്ള ഇത്തരം വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. മരണപ്പെട്ട ഒരു വ്യക്തിയുടെ തിരിച്ചറിയൽ രേഖകൾ ഒരിടപാടുകൾക്കും ഉപയോഗിക്കരുത്. അവയുടെ ദുരുപയോഗം നിയമലംഘനങ്ങൾക്കും അതിലൂടെ കടുത്ത ശിക്ഷകളെ ക്ഷണിച്ചു വരുത്തുന്നതുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇത്തരം വീഡിയോകൾ വീണ്ടും നിങ്ങളിലെത്തിക്കാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Until next time, take care.